1996 മുതൽ ഇന്ന് വരെയുള്ള 30 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ സാമ്പത്തിക ഇടപാടുകളും വിദേശ യാത്രകളും ഒക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കറുത്ത മാസ്കിനെ കുറിച്ച് പറഞ്ഞത് ഇതുപോലെയുള്ള പോലീസുകാർക്ക് മുന്നിൽ കറുത്ത വസ്ത്രമോ കറുത്ത മാസ്കോ കറുത്ത എന്തെങ്കിലുമോ ധരിച്ചാൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. കൗതുകരമായ ഒരു കാഴ്ചയായി ഈ കറുത്ത മാസ്കും പോലീസുകാരുടെ നിരയും നമുക്ക് മുന്നിൽ എത്തുന്നത്. ഇന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് വിട്ടയച്ചു. ഇത് തുടരാനുള്ള സാധ്യതയുണ്ടോ? ഡിജിറ്റലായിട്ടുള്ള രേഖകളാണ് കൂടുതൽ ഈ കേസ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് തീരുമാനം എടുക്കേണ്ടത്. എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു സ്വാഭാവികമായി SFIയുടെ രേഖകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും പല കാര്യങ്ങളും ചോദിച്ചറിയാനുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ചുമ്മാ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്യരുതായിരിക്കും. ഞാൻ ഇല്ലാതായി പോയി. SFIO ഇതിനു മുമ്പ് ബാംഗ്ലൂർ വെച്ച് വീണയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ ഒരു ഏജൻസിയാണ്. അവിടെ ചോദ്യം ചെയ്തപ്പോൾ വീണയ്ക്ക് അതിനകത്ത് വ്യക്തമായൊരു ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല വീണയുടെ മൊഴി തന്നെ ഏറെക്കുറെ യാതൊരു സേവനവും കൊടുത്തിട്ടില്ല എന്നുള്ള നിലയിലുള്ള മൊഴിയാണ് എന്ന നിലയിലാണ് നമുക്ക് ആ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു 6 മാസത്തിനിടയിൽ വീണയ്ക്ക് പുതിയതായി എന്തെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് പല കേസുകൾ ഇപ്പോൾ ഇൻവോൾവ് ചെയ്യുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ എൻട്രി വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മണി ലോണ്ടറിങ് ഉണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെയാണ് ആ പർപ്പസ് നടന്നിട്ടുള്ളത്, അതിൻ്റെ പുറകിലുള്ള മോട്ടീവ് എന്തായിരുന്നു, ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും അഴിമതി നിരോധന നിയമപ്രകാരം CBI എൻക്വയറിയിലേക്ക് പോകേണ്ട ഘട്ടമായിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, എനിക്ക് വേണ്ടപ്പെട്ടവര്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ കളവ് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കണക്കനുസരിച്ച് SFIയുടെ കണക്കനുസരിച്ച് വളരെ കൃത്യമായി 182 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു തുക CMRൽ നിന്നും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പണി വരുന്നുണ്ടവർ 182 കോടി രൂപയുടെ തിരിമറി എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനവും കൈക്കൂലി കൊടുത്താണ്. ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക്, നേതാക്കൾക്കും, ആ അൺഒഫീഷ്യൽ ആണെങ്കിലും ആ രേഖകളിൽ നിന്നും ആ ഡയറിയുടെ കോപ്പി അത്യാവശ്യം മാധ്യമ പ്രവർത്തകരയിലൊക്കെ ഉണ്ട്. 50 ലക്ഷം 50 ലക്ഷം 50 ലക്ഷം 20 ലക്ഷം 10 ലക്ഷം 50 ലക്ഷം അങ്ങനെ വാങ്ങിയ ഒരു പറ്റം ആളുകളുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഒരു കമ്പനി രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ഇങ്ങനെ വാരിക്കോരി കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും ആ കമ്പനിയുടെ മോട്ടീവ്? സാർ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ വാരിക്കോടി കൊടുത്താൽ ആ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും? ഇപ്പം എനിക്ക് 100 രൂപ ലാഭമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ മറ്റൊരാൾക്ക് എൻ്റെ 100 രൂപ ലാഭം കിട്ടാൻ വേണ്ടി 150 രൂപ കൊടുക്കില്ലല്ലോ. എനിക്ക് 100 രൂപ ലാഭം കിട്ടുന്നൊരു കച്ചവടം ഞാൻ ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ അതിന് 10 രൂപ അല്ലെങ്കിൽ 25 രൂപ മുതൽ മുടക്കും. അത് വലിയൊരു പോയിന്റ് അല്ലടോ. പണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. ഈ ഒരു ഒറ്റ ജോലി കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ആളാ ആ പോയത്. 200 കോടി രൂപ കൈക്കൂലി കൊടുത്തു എങ്കിൽ ബാക്കി അതിൽ എത്ര കോടി രൂപ അതിൽ നിന്നും കേരളത്തിന്റെ കരിമണൽ കടത്തപ്പെട്ടിട്ടുണ്ട്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ആ കരിമണലിന്റെ കണ്ടന്റിൽ ഈ രാജ്യത്തിന്റെ തന്നെ എത്ര വലിയ അറ്റോമിക് എനർജി സ്വത്തുകൾ, അറ്റോമിക് മിനറൽസ് കടത്തപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ വളരെ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല. 1996 മുതൽ ഇന്ന് വരെയുള്ള 30 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ സാമ്പത്തിക ഇടപാടുകളും വിദേശ യാത്രകളും ഒക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. സഹദേവൻ പൈസക്കാരനാണെന്നും പൈസക്കാരുടെ കമ്മ്യൂണിസ്റ്റാണെന്നും ഇനിയും എന്റെ കൂടുള്ള നായിന്റെ മക്കളുണ്ടല്ലോ ഓറും പറയും. ഒരൊറ്റ തവണ പിന്നൊരക്ഷരം മിണ്ടൂല.
കണ്ണിക്കടുമാങ്ങന്റെ വായ കെട്ടും പോലെ കെട്ടും ഞാൻ ഓന്റെയൊക്കെ വായ. ഈ വീണയുടെ മാത്രമല്ല, വീണയുടെ സഹോദരൻ ദുബായിലുള്ള വിവേക്, അദ്ദേഹം ഞാൻ ആരോപണം ഉന്നയിച്ച ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആ ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളും ഈ കഴിഞ്ഞ 10 വർഷക്കാലം അതിനു മുമ്പും പിണറായി വിജയൻ്റെയും മക്കളുടെയും അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള കോടികളിൽ ഏതൊക്കെ കമ്പനികളുടെ, അതും SLC ലാബിന് ഉൾപ്പെടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഉൾപ്പെടെ ഏതൊക്കെ കമ്പനികളുടെ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ പിണറായി വിജയൻ എന്ന കള്ള നാണയത്തെ കേരളത്തിന് തിരിച്ചറിയാൻ കഴിയൂ. വരട്ടെ, എല്ലോനും വരട്ടെ. എന്റെ ഒരു രോമത്തെ തൊടാൻ ഒരുത്തനും പറ്റൂല. ചെറുത് 1, 2 എന്നല്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ നടത്തിയിട്ടുണ്ട്. സഖാവ് VS മാത്രം ആണ് അദ്ദേഹത്തെ വെറുക്കപ്പെട്ടവൻ എന്ന ഒരു പേര് പ്രയോഗത്തിലൂടെ വിളിച്ച ആള് ഇന്ന് US-ലുണ്ട്. ആ വ്യക്തിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ വ്യക്തിയിലേക്ക് പിണറായി വിജയൻ വഴി ഒഴുകിയെത്തിയ കോടികൾ എത്രയാണ്? ഇതിൻ്റെ ഒരു മഞ്ഞുമലയുടെ മൂല മാത്രമാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, വീണയ്ക്ക് ഇതിനകത്തൊരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയത്തില്ല. വീണയ്ക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? കുറച്ച് കാശ് കിട്ടി, അതെടുത്തോണ്ട് പോയി എന്നുള്ള ഒഴിച്ചാൽ വീണയ്ക്ക് ഇത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്തൊക്കെ ചെയ്തു, ഇതൊന്നും സത്യത്തിൽ ഞാൻ നിരപരാധിയാണ് സാർ. എവിടെയോ ഇവർക്ക് വൈറ്റ് മണി കാണിക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ 2,78,00,000 പകരം അതിൻ്റെ എത്രയോ ഇരട്ടി PV എന്ന പേരിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. PV എന്ന് മാത്രമല്ല, പിണറായി വിജയൻ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ഇതോടെ സാറിന്റെ അടപ്പ് തെറിക്കുന്നു. ആ വൈറ്റ് മണി ആവശ്യമുള്ളപ്പോൾ മാത്രം എന്തോ ആവശ്യത്തിന് വേണ്ടി CMR-ൽ നിന്നും കൈപ്പറ്റിയ ടിപ്പ് മാത്രമാണ് ഈ തുക. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. UAE-യുമായി ബന്ധപ്പെട്ട് CMR-ന്റെ SFI റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 30 കോടി രൂപയിലധികം UAE-യിലേക്ക് പണമായിട്ട് കടത്തിയിട്ടുണ്ട്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? പടച്ചോനെ, കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. ആ പണം എന്തു ചെയ്യപ്പെട്ടു എന്നൊക്കെ സ്വാഭാവികമായും ഈ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി പറയാൻ കഴിയും. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.